ശ്രീ ആരിഫ്, ഈ വിവരം ദാ നോക്കൂ, പുതിയ കാര്യമല്ല എന്നാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറയുന്നത്. അത് ആഭ്യന്തര സഹമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഒരു വൈകാരിക പ്രകടനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കത്തയച്ച് മറുപടി വീണ്ടും എടുത്ത് അത് സംസ്ഥാനത്തിന്റെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് എടുത്തിട്ട് അവിടെ വലിയ ചർച്ചയാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതാണോ സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം? ആവശ്യമുള്ളത്ര പണം SDRF-ൽ വെച്ചിട്ട് CMDRF-ലേക്ക് വയനാട്ടിലെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തിയ കോടികൾ കണ്ടില്ല എന്ന് നടിച്ച് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുകയാണോ കേരളം? അല്ല, ആദ്യം ഇത് 10-ാം തീയതി പുറത്തു വന്ന കത്താണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ശ്രീമതി മാധു സജി, കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കൃത്യമായി കേൾക്കാം, പറയൂ. ഇത് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ശ്രീ നിത്യാനന്ദ റായിയുടെ കത്ത് നവംബർ 10-ന് വന്നതാണ്. നവംബർ 10-ന് പുറത്തു വന്ന ഈ കത്ത് 11-നും 12-നും ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അത് വയനാട് ഇലക്ഷനെയും അതുപോലെ തന്നെ ചേലക്കരയെയും കൂടി അത് നല്ല നിലയിൽ ബാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ആ 11-നും 12-നും 13-നും രാവിലെയും ചർച്ച ചെയ്യാതിരുന്നത് ആരെ സഹായിക്കാനാണ് എന്നുള്ള സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്നെ ബലപ്പെടുത്തുന്ന സംശയം അവിടെയാണ്. ഞാൻ ഗൂഢാലോചനയൊന്നും പറയുന്നില്ല. ഇവിടെ ഗൂഢാലോചന അദ്ദേഹം ആരോപിക്കുകയാണെങ്കിൽ ആ ഗൂഢാലോചനയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി തരണം എന്ന് അദ്ദേഹത്തെ കണ്ട് കേരളത്തിലെ BJP-ക്കെതിരായി ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളാരേണ്ട ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം തന്ന ഗൂഢാലോചനയിൽ അദ്ദേഹം കൂടെ പങ്കാളിയായോ? ശ്രീ നിത്യാനന്ദ റായി കൂടെ ഗൂഢാലോചന പങ്കാളിയായോ? യഥാർത്ഥത്തിൽ വയനാടായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. അപ്പോൾ വയനാട് ഇലക്ഷന് മുമ്പായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗൗരവമായ വിഷയം വൈകിയാണെങ്കിലും ചർച്ച ചെയ്തെടുത്തതിൽ ആദ്യം ഞാൻ ഈ മാതൃഭൂമി ചാനലിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനെ അഭിനന്ദിക്കാൻ. വൈകിപ്പോയി, പക്ഷേ യഥാർത്ഥത്തിൽ 11-ഓ 12-ഓ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. പ്രശ്നമുണ്ട്. ശ്രീ ആരിഫ്, 10-ാം തീയതി കത്ത് വന്നു. കത്തിൽ 10-ാം തീയതി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഈ ഇമെയിൽ വന്നത് ഇന്നലെയാണ് എന്നാണ് KV തോമസ് സ്ഥിരീകരിക്കുന്നത്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇലക്ഷൻ കഴിയാൻ വേണ്ടി വെച്ചതാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. 10-ാം തീയതി എത്തിയിട്ടില്ല. ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇന്നലെ മാത്രമാണ്. എത്തിയിട്ടില്ലെങ്കിൽ ഓക്കെ. എത്തിയില്ലെങ്കിൽ പോലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സോമോട്ടോ എടുത്ത കേസിൻ്റെ പുറത്തും അതുപോലെ തന്നെ വയനാടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള യാതൊരു നടപടിയും BJP സ്വീകരിക്കുന്നില്ല എന്ന വിഷയം തെരഞ്ഞെടുപ്പിൽ ഗൗരവമേറിയ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത് തന്നെയായിരുന്നു. ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് ശബരിനാഥ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരായ ഏറ്റവും ദേശീയ നേതാക്കന്മാരാണ് അവിടെ MP ആയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിക്കുന്നതും ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഈ വയനാട്ടിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജനപ്രതിനിധികളാണ്. യഥാർത്ഥത്തിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്ത ഒരു ഇടതുപക്ഷ മെമ്പർമാരായിരുന്നുവെങ്കിൽ ഇവിടെ ഈ ദുരന്തത്തിനിടയായി തീർന്ന ജനങ്ങളെ സഹായിക്കാനുള്ള പണം സമാഹരിക്കുന്നതിനും ചോദിക്കുന്നതിനും വാങ്ങിക്കുന്നതിനും വേണ്ടി ഒരു മണിക്കൂറെങ്കിലും ഇവർ ഡൽഹിയിൽ ഉപവസിച്ചോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഗൗരവമേറിയ ചർച്ച നടക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത് ഗൗരവമേറിയ ചർച്ചയായി സുമോട്ടോ ഹൈക്കോടതി തന്നെ കേസെടുത്ത് അതിന്മേൽ കേന്ദ്രത്തോട് വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു ഗൗരവമേറിയ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വയനാടിനെ സഹായിക്കാത്ത കേന്ദ്ര നടപടി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തതിലുള്ള വിമർശനമാണ് ഞാൻ ഈ ഡേറ്റിൻ്റെ വിഷയം ഒഴിച്ചാൽ ഞാൻ പങ്കുവച്ചത്. തീർച്ചയായും ഇപ്പോഴെങ്കിലും വൈകി, ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അഭിനന്ദിച്ചതും അവിടെയാണ്. വൈകിയ വേളയിലെങ്കിലും ചർച്ചയ്ക്കെടുത്തതിൽ അഭിനന്ദിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് BJP റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞത് ഇത് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കാൻ പ്രൊവിഷനില്ല എന്ന വാദം വേണമെങ്കിൽ താത്വികമായി അംഗീകരിക്കാമെന്ന് വെച്ചു. അദ്ദേഹം പറയുന്നത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നമ്മൾ അംഗീകരിക്കുന്നു അത് നിയമത്തിൻ്റെ വെച്ച്. പക്ഷേ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ഉണ്ട്, അത് പ്രഖ്യാപിക്കാം. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ വെച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനനുസരിച്ചാണ് അഡീഷണൽ ആയിട്ടുള്ള സഹായങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള നമ്മളിപ്പം വളരെ 10, 20, 30 പേര് മരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ 2000 കോടി, മറ്റു പല ശരിയാണ്. ഇപ്പൊ രാത്രിക്ക് രാമാനം ഈ പറയുന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എന്നൊരു വിമർശനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇന്നിപ്പോ സർക്കാർ കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടതി അത് അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇതിപ്പോ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരൊറ്റ ആവശ്യത്തിന്മേലുള്ള നിലപാട് മാത്രമല്ലേ, മറ്റു കാര്യങ്ങളിൽ
രണ്ടാഴ്ചക്കുള്ളിൽ നിലപാട് അറിയിക്കാം. അതായത് ഒരു താമസമല്ലേ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ കൊണ്ടുപോകരുത്. അങ്ങനെ ദേശീയ ദുരന്തം എന്നതിന് സമാനമായ ഒരു വേർഡാണ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. അതിന് ദേശീയ ദുരന്തം അല്ലെങ്കിൽ പോലും ആ ആംഗിളിൽ ആ വ്യൂവിൽ വരുന്ന ഒരു പ്രയോഗമാണ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. ആ നിലയിലേക്ക് കണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം സഹായം വരും? സ്വാഭാവികമായും അതിന് ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ സഹായങ്ങളെല്ലാം വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13. അങ്ങനെ വന്നാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്തബാധിതരുടെ എല്ലാ ലോണുകളും എഴുതിത്തള്ളാം. അത് ആ നിയമത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേപ്പാടി ചുരൽമല തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ അടിയന്തര സഹായം അനുവദിക്കാൻ പറ്റും. പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിക്കാൻ പറ്റും. ഇതൊന്നും തന്നെ ഉള്ള കാര്യങ്ങൾ പറയുന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വാക്കിനെ ചൊല്ലിയുള്ള തർക്കമല്ല വേണ്ടത്, മറിച്ച് ദേശീയ ദുരന്തം പിന്നെ ദേശീയ ദുരന്തം എന്ന നിലയിലേക്ക് മാത്രം ഒരു വേർഡിനെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് പോകാതെ ഇത്രയും 400 ആളുകൾ മരിക്കുകയും 100-ലധികം ആളുകളെ കാണാതാകുകയും ചെയ്ത 500-ഓളം പേരുടെ ജീവൻ അപഹരിക്കുകയും ഒരു നാടാകെ ഒലിച്ചു പോവുകയും ചെയ്തൊരു സംഭവത്തിൽ കേന്ദ്രം ഇതുവരെ സഹായിക്കാത്തതിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിനോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോ യാതൊരുവിധ അത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നിയമപ്രകാരം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന SDRF NDRF വെച്ചിട്ടുള്ള തുക വെച്ചിട്ടുള്ള ആ തുകയിൽ നിന്നെടുത്തുള്ള ചെലവുകൾക്കേ അവിടെ ആവശ്യമുള്ളൂ, കൂടുതൽ തുകയുടെ ഒന്നും ആവശ്യമില്ല എന്ന നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. മനസ്സിലായി? കേരളത്തിലെ ജനങ്ങളുടെ ദുരന്തത്തിൽ നിന്ന് ചോര കുടിക്കരുത്. കേരളത്തിലെ ജനങ്ങളുടെ ദുരന്തത്തിൽ നിന്ന് ചോര കുടിക്കരുത് എന്നാണ് എനിക്ക് BJPയുടെ പ്രതിയോട് പറയാനുള്ളത്.